വെൽക്കം ടു മെട്രോ മാറ്റിനി. സോഷ്യൽ മീഡിയയിൽ എന്നും ചർച്ചാ വിഷയമായിട്ടുള്ള കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെത്. പലർക്കും വളരെ ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസർമാരാണ് ഇവരെല്ലാം. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താരകുടുംബത്തിനെ നേരിടേണ്ടി വരുന്ന വിമർശനങ്ങൾ ചില്ലറയൊന്നുമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അശ്വിൻ്റെ കുടുംബത്തെക്കുറിച്ച് ദിയ നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ് അത് പ്രധാനപ്പെട്ട കാരണം. ഭർത്താവിൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ലെന്ന് ദിയ പറഞ്ഞത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു. പിന്നാലെ വലിയ സൈബർ ആക്രമണങ്ങളാണ് ആ കുടുംബത്തിലെ പലർക്കുമെതിരെ ഉണ്ടാകുന്നത്. ഈ വിവാദങ്ങൾക്കിടയിൽ പതിവ് പോലെ വ്ളോഗുകളും പോസ്റ്റുകളും ഒക്കെ പങ്കുവയ്ക്കാൻ കുടുംബാംഗങ്ങൾ മറന്നിട്ടില്ല. എന്നാൽ വിവാദങ്ങൾക്ക് ശേഷം സിന്ധു കൃഷ്ണയുടെ വ്ളോഗുകൾക്ക് വ്യൂസ് കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ. നിങ്ങളെ വീഡിയോസ് ഒക്കെ ആദ്യം മുൻപ് കാണുമായിരുന്നു എന്നും സബ്സ്ക്രൈബ് ആക്കിയതാണെന്നും പക്ഷേ ഇപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമല്ലെന്നും ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾ ശരിക്കും വൻ പരാജയമാണ് എന്നൊക്കെയാണ് ഈ വിഷയത്തിൽ പലരും സിന്ധുവിനെതിരെ പറയുന്നത്. മക്കളെ നന്നായി വളർത്താത്ത ഒരു അമ്മയെന്നും അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നുവെന്നും സിന്ധുവിൻ്റെ വീഡിയോസിൽ പല കമൻറ്റുകളും വരുന്നു. അതേസമയം കൃഷ്ണയുടെ വിവാഹം വന്നാൽ വ്യൂസ് കുത്തനെ കൂടുമെന്നാണ് നിലവിലത്തെ രീതിയിൽ ചില ആളുകൾ സംസാരിക്കുന്നത്. ആത്മവിശ്വാസത്തിലാണ് സിന്ധുവും കൃഷ്ണയും എന്നുള്ള കമന്റുകളും ഉണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ അഹാനയുടെ വിവാഹം ഉണ്ടാകുമെന്നാണ് സൂചനകൾ അഹാനയും കുടുംബവും തന്നിട്ടുണ്ട് എന്നുള്ള വാദങ്ങളും നിലനിൽക്കുന്നു. അടുത്തിടെയാണ് അഹാനയും കുടുംബവും താമസിക്കുന്ന വീട് പുതുക്കി പണിതത്. വിവാഹത്തിന് മുന്നോടിയായിട്ടായിരിക്കാം ഈ വീട് പുതുക്കൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദം. സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള നിമിഷ് രവിയുമായിട്ട് അഹാന കൃഷ്ണ പ്രണയത്തിലാണ് എന്നത് ഏറെക്കാലമായിട്ട് സംസാരമുണ്ടായിരുന്നു. അഹാന ഇതുവരെ ഇതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം നൽകിയിട്ടുമില്ല. അഹാനയുടെ വിവാഹത്തെക്കുറിച്ച് നേരത്തെ പിതാവ് കൃഷ്ണകുമാർ സൂചിപ്പിച്ചതാണ്. കല്യാണം കഴിക്കുന്നത് എന്നത് പറഞ്ഞത് അഹാന മെസ്സേജ് അയച്ചെന്നാണ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞത്. ഞാനും എൻ്റെ ഭാര്യയും 2 ജാതിയായിരുന്നു. എൻ്റെ മകൾ കല്യാണം കഴിച്ചത് വേറൊരു ജാതിയിൽ നിന്നുള്ള ആളെ, മൂത്ത മകൾ കല്യാണം കഴിക്കാൻ പോകുന്നത് മറ്റൊരു മതത്തിലുള്ള ആളെ എന്ന് കേൾക്കുന്നു എന്നൊക്കെയായിരുന്നു കൃഷ്ണകുമാർ എന്ന് പറഞ്ഞത്. നടി എന്നതിലുപരി ഇൻഫ്ലുവൻസർമാരായിട്ടാണ് അഹാന കൃഷ്ണയ്ക്ക് ജനപ്രീതി ഉള്ളത്. വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രമാണ് അഹാന അഭിനയിച്ചതെങ്കിലും അഹാന വലിയൊരു ഫെമിലിയർ തന്നെയാണ്. ഓരോ സിനിമ കഴിയുമ്പോഴും വലിയ ഇടവേളകളാണ് പൊതുവെ അഹാനയ്ക്ക് ഉണ്ടാകാറുള്ളത്. താരകുടുംബത്തിലെ ഏറ്റവും പക്വതയും ഉത്തരവാദിത്വവുമുള്ള ഒരാളായിട്ടും അഹാനയെ ആരാധകർ കാണുന്നുണ്ട്. ഭർത്താവ് അശ്വിൻ ഗണേഷിന് ദിയ ഒരു പരിഗണനയും നൽകുന്നില്ല എന്നുള്ളതടക്കം വരുമ്പോൾ ചേച്ചിയെക്കുറിച്ചുള്ള വലിയ ആത്മവിശ്വാസവും ഒക്കെ പങ്കുവച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വരാറുള്ളത്. ഇതിനിടെ ദിയയുടെ പുതിയ മുൻ പ്രണയബന്ധങ്ങൾ കമന്റ് ബോക്സിൽ വലിയ ചർച്ചകൾക്ക് ഇടയാകുന്നു. അധിക്ഷേപിച്ചുകൊണ്ടാണ് പല കമന്റുകളും വരുന്നത്. എന്നാൽ ഈ ബന്ധങ്ങളിലെല്ലാം താൻ വഞ്ചിക്കപ്പെട്ടതാണ് എന്നാണ് ദിയ ഒരിക്കൽ പറഞ്ഞിരുന്നത്. ഈ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രഷറുകളും അവരായി തന്നെ ഒഴിഞ്ഞുപോയി. അടുത്ത കാമുകരായോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആയാലും ആയില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണെന്നാണ് ദിയ തിരിച്ചു ചോദിക്കാറുള്ളത്. ജീവിതകാലം മുഴുവൻ ഒരാളുടെ ടോക്സിസിറ്റി കണ്ട് അയാളുടെ കൂടെ തന്നെ നിൽക്കാൻ തനിക്ക് പറ്റില്ലെന്നും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകുമെന്നുമാണ് ദിയ ഇത്തരം ആളുകൾക്ക് മറുപടി നൽകാറുള്ളത്. എനിക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ, 100 പേരെങ്കിൽ 100 പേര് വന്നോട്ടെ, പെർഫെക്റ്റ് പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ പ്രണയത്തിലായിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് ദിയ പറയാറുള്ളത്. അതിലൊരു ഒന്ന് തോറ്റു എന്ന് വെച്ച് തനിക്ക് ഒരു പ്രശ്നമല്ല. ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നേ വരെ ഒരാളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ആര് ജീവിതത്തിലേക്ക് വന്നാലും അവർക്ക് 100% നൽകുന്നയാളാണ് താൻ. മുഴുവൻ സ്നേഹവും മുഴുവൻ സമയവും കൊടുക്കും. പക്ഷെ അവർ തന്നെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അത് തിരിച്ചറിയാനും തനിക്ക് മടിയില്ലെന്നാണ് ദിയ പറയുന്നത്. ഓർമ്മ വെച്ച കാലം തൊട്ടേ തനിക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. LKG പഠിക്കുമ്പോഴേ ഐ ഹേർട്ട് യു എന്ന് എഴുതി ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഞാൻ പ്രേമരോഗിയാണ്. അത് പറയാൻ എനിക്ക് നാണക്കേടില്ല. പക്ഷേ എത്ര പേർ വേദനിപ്പിച്ച് എന്നെ ദ്രോഹിച്ച് പോയിട്ടുണ്ട് എന്നതും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും ദിയ പറയുന്നു. അതിൽ സങ്കടവും അഭിമാനവുമുണ്ട്. കാരണം തിരിച്ചറിവാണ്. ചിലർക്ക് ഒരാൾ ചീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് വേറൊരാളെ സ്നേഹിക്കാനും വിശ്വസിക്കാനും പുതിയൊരു ജീവിതം തുടങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ താൻ അത്തരത്തിലില്ല, റീസ്റ്റാർട്ട് ചെയ്യും. കാരണം എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള എല്ലാവരും, പ്രത്യേകിച്ച് ഒരാളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ വന്ന 3-4 പേരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. മുമ്പ് എൻ്റെ വ്ളോഗുകൾ കണ്ട ആളുകൾക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അവരെല്ലാം എൻ്റെ ജീവിതം നശിപ്പിച്ചവരാണെന്നാണ് ദിയയുടെ തുറന്നു പറച്ചിൽ. ചിരിച്ചു കളിച്ച് നടന്ന എന്നെ എങ്ങനെ കരഞ്ഞുകൊണ്ട് ഉറങ്ങാം എന്ന് പഠിപ്പിച്ച ഒരു കൂട്ടം ആൾക്കാരായിരുന്നു അത്. അതിൽ ഒരാൾ പുറത്തിറങ്ങി എന്നെ തെറ്റായ ആളായി ടാർഗറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ എതിർത്ത് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ മിണ്ടാതിരുന്നു. പക്ഷേ നിശബ്ദമായിരിക്കാൻ താൻ തീരുമാനിച്ചത് വലിയ രീതിയിൽ പിന്നീട് തിരിച്ചടിയായി. അതുപോലൊരു താഴ്ന്ന ജീവിതത്തിലേക്ക് പോകാൻ
തനിക്ക് താല്പര്യമില്ല, ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഹാപ്പി ആയും സ്ട്രെസ് ഫ്രീ ആയും ഇരിക്കുന്ന രീതിയിലാണ് തൻ്റെ ജീവിതമെന്നും ദിയ തുറന്നടിക്കുന്നു. എൻ്റെ മുൻ കാമുകന്മാരെല്ലാം വേറെ പെണ്ണുങ്ങളുടെ മണമടിച്ചപ്പോൾ അങ്ങോട്ട് പോയവരാണ്. ഡേറ്റ് ചെയ്തവരെ 10-11 വർഷം പ്രേമിച്ച് വിവാഹം ചെയ്ത് വാട്ട് എ ലവ് എന്ന ലവ് സ്റ്റോറി എന്ന് പറയുന്ന ആളെയാണ് തനിക്ക് വേണ്ടത്. പക്ഷേ അവർക്കൊന്നും അതിന് താല്പര്യമില്ല എന്നായിരുന്നു ദിയയുടെ വെളിപ്പെടുത്തൽ. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.